നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഏകനവതിതമ സർഗഃ 91-ാം സർഗത്തിലെ 19 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇന്ന് 20 തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് നോക്കാം. 91-ാം സർഗത്തിലെ 20-ാമത്തെ ശ്ലോകം. ഇഹമേ ഭഗവാൻ സോമോ വിധത്താമന്നമുത്തമം ഭക്ഷ്യം ഭോജ്യം ച ചോഷ്യം ച ലേഹ്യം ച വിവിധം ബഹു വിചിത്രാണി ച മാല്യാനി പാദപപ്രച്യുതാനി ച സുരാദീനി ച പേയാനി മാംസാനി വിവിധാനി ച ഏവം സമാധിനാ യുക്തസ്തേജസാ പ്രതിമേന ച ശിക്ഷാ സ്വരസമായുക്തം സുവ്രതശ്ച ബ്രവീന്മുനിഃ. മനസാ ധ്യായതസ്തസ്യ പ്രാങ്മുഖസ്യ കൃതാഞ്ജലി ആജന്മുസ്താനി സർവാണി ദൈവതാനി പൃഥക് പൃഥക്. മലയം ദർദുരം ചൈവ തതസ്വേദനുദോ അനിലഃ ഉപസ്പൃശ്യ പവൈയുക്ത സുപ്രിയാത്മാ സുഖം ശിവഃ. തതോഭ്യവർഷന്തഘന ദിവ്യാ കുസുമവൃഷ്ടയാഃ ദേവദുന്ദുഭിഘോഷച്ഛ ദിക്ഷു സർവാസു ശുശ്രുവേ. പ്രവവുച്ഛോത്തമാവാദ നന്യതുച്ഛാപ്സരോ ഗണാഃ പ്രജഗുർദേവഗന്ധർവ വീണാ പ്രമുമുജുസ്വരാൻ. സശബ്ദോദ്യാം ച ഭൂമിം ച പ്രാണിനാം ശ്രവണാനി ച വിവേശോ ച വജശ്ലക്ഷ്ണ സമൂലയ ഗുണാന്വിതഃ. തസ്മിന്നേവംഗദേ ശബ്ദേ ദിവ്യേ സ്രോതസുഖേ നൃണാം ദദർശ ഭാരതം സൈന്യം വിധാനം വിശ്വകർമ്മണഃ. 91-ാം സർഗത്തിലെ 20 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഇനി ഓരോ ശ്ലോകവും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഭരദ്വാജ മഹർഷി ലോകത്തിലെ ഉത്തമങ്ങളായ ഭക്ഷ്യവസ്തുക്കളും മറ്റ് വിവിധ സാമഗ്രികളുമെല്ലാം ഇവിടെ വരാനായി ആഹ്വാനം ചെയ്യുകയാണ്. അതതിൻ്റെ ഉപഭോക്തൃ കർത്താവിനോട്. ആളുകൾ തന്നെയല്ല, സൈന്യങ്ങൾ തന്നെയല്ല, ആനകളും കുതിരകളും മറ്റ് യുദ്ധത്തിനുള്ള മറ്റ് മൃഗങ്ങളും രഥവാഹകരും എല്ലാവരും ഉണ്ടല്ലോ. അവർക്കെല്ലാം വേണ്ട ഭക്ഷണം വേണമെങ്കിൽ കുറച്ചൊന്നും പോരാ. അതിന് തക്കവണ്ണം ഇവിടെ സംഭരിക്കാനായിട്ട് അദ്ദേഹം എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്. ശ്ലോകം 20. ഇഹമേ ഭഗവാൻ സോമോ വിധത്താമന്നമുത്തമം ഭക്ഷ്യം ഭോജ്യം ച ചോഷ്യം ച ലേഹ്യം ച വിവിധം ബഹു
ശ്ലോകം 20 അർത്ഥം: ഇവിടെ ഭഗവാൻ സോമൻ ഉത്തമമായ അന്നം ഉണ്ടാക്കി തരട്ടെ. ഭക്ഷ്യം, അതായത് പലഹാരങ്ങൾ, ഭോജ്യം ഭുജിക്കാനുള്ളവ, ചോഷ്യം വലിച്ചു കുടിക്കുന്നവ, ലേഹ്യം കുഴമ്പ് പോലെ നക്കി കുടിക്കുന്നവ എന്നിങ്ങനെ പലതരത്തിലുണ്ടല്ലോ. അതെല്ലാം ഇവിടെ ഉണ്ടാക്കി തരട്ടെ. ശ്ലോകം 21. വിചിത്രാണി ച മാല്യാനി പാദപപ്രച്യുതാനി ച സുരാദീനി ച പ്രേയാനി മാംസാനി വിവിധാനി ച. ശ്ലോകം 21 അർത്ഥം: അതുപോലെ മരങ്ങളിൽ നിന്നും വീഴുന്ന വിചിത്രങ്ങളായ പുഷ്പമാല്യങ്ങളെയും സുരാദികളായ വിവിധ പാനീയങ്ങളെയും മാംസങ്ങളെയും ഉണ്ടാക്കി തരട്ടെ. ശ്ലോകം 22. ഏവം സമാധിനാ യുക്തസ്തേജസാ പ്രതിമേന ച ശിക്ഷാസ്വരസമായുക്തം സുവൃതച്ഛാബ്രവീൻ മുനിഃ. ശ്ലോകം 22 അർത്ഥം: ഇപ്രകാരം അപ്രതിമമായ സമാധിയുക്തമായ തേജസ്സുള്ള സുവൃതനായ മുനി ശിക്ഷ എന്ന വേദാംഗത്തിനനുസൃതമായി സ്വരവിന്യാസത്തോടെ ഉച്ചരിച്ച് പ്രാർത്ഥിച്ചു. ശ്ലോകം 23. മനസാ ധ്യായതസ്തസ്യ പ്രാഗ്മുഖസ്യ കൃതാഞ്ജലേ അജ്ജിഗ്മുസ്താനി സർവാണി ദൈവതാനി പൃഥക് പൃഥക്. ശ്ലോകം 23 അർത്ഥം: അദ്ദേഹം കിഴക്കോട്ട് മുഖമാക്കി കൈകൂപ്പി ധ്യാനിക്കെ ആ ദൈവതങ്ങൾ ഓരോരുത്തരായി ആഗമിച്ചു. ശ്ലോകം 24. മലയം ദർദുരം ചൈവ തതസ്വേദനുദോ അനിലഃ ഉപസ്പൃശ്യ വവൗ യുക്ത്യാ സുപ്രിയാത്മാ സുഖം ശിവഃ. 24 ശ്ലോകത്തിൻ്റെ അർത്ഥം: ആ സമയത്ത് വിയർപ്പിനെ ഹരിക്കുന്ന കാറ്റ് മലയ ദർദുര പർവ്വതങ്ങളെ സ്പർശിച്ചുകൊണ്ട് സുഖകരമായി മന്ദം മന്ദം വീശി. പ്രകൃതി കൂടെ അനുകൂലമാവുകയാണ്. അതിനുവേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നിസ്വാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ലേ ഫലം ലഭിക്കുകയുള്ളൂ. ചുമ്മാ പറഞ്ഞാൽ പോരായല്ലോ. വളരെ നിഷ്ഠയോടെയും ആത്മാർത്ഥതയോടെയും പ്രാർത്ഥിക്കണം. ശ്ലോകം 25. തതോഭ്യവർഷന്തഘന ദിവ്യാകുസുമവൃഷ്ടയാഃ ദേവദുന്ദുഭിഘോഷച്ഛ ദിക്ഷു സർവാസു ശുശ്രുവേ. ശ്ലോകം 25 അർത്ഥം: അപ്പോൾ തുരുതുരെ ദിവ്യമായ പുഷ്പവർഷം ഉണ്ടായി. ദേവദുന്ദുഭിഘോഷം എല്ലാ ദിക്കുകളിലും മുഴങ്ങിക്കേട്ടു. ശ്ലോകം 26. പ്രവ്രവുച്ഛോത്തമാവാദ നനുർതുച്ഛാപ്സരോ ഗണാഃ പ്രജഗുർദേവഗന്ധർവ വീണാ പ്രമുമുചു സ്വരാൻ. ശ്ലോകം 26 അർത്ഥം: നന്നായി കാറ്റുവീശി. അപ്സരോഗണം നൃത്തം ചെയ്തു. ഗന്ധർവന്മാർ പാടി വീണാഗാനം മുഴക്കി. ശ്ലോകം 27. സശബ്ദോദ്യാം ച ഭൂമിം ച പ്രാണിനാം ശ്രവണാനി ച വിവേശോച്ചാവജശ്ലക്ഷ്ണ സമൂലയ ഗുണാന്വിതഃ. ശ്ലോകം 27 അർത്ഥം: ഇമ്പമുള്ളതും ലയഗുണം ചേർന്നതും സ്വരച്ചേർച്ചയുള്ളതുമായ ആ മുഴങ്ങുന്ന ഗാനധ്വനി നാഗത്തിലും ലോകത്തിലും പ്രാണികളുടെ ശ്രവണങ്ങളിൽ പ്രവേശിച്ചു. ഇവിടെ എല്ലാമുള്ള പ്രാണികളുടെ ശ്രവണങ്ങളിൽ പ്രവേശിച്ചു. ലോകത്തിലും നാഗത്തിലും ഒക്കെയുള്ള പ്രാണികളുടെ, അതായത് എല്ലാ ജീവികളുടെയും ശ്രവണങ്ങളിൽ അത് പ്രതിധ്വനിച്ചു. ശ്ലോകം 28. തസ്മിന്നേവംഗദേ ശബ്ദേ ദിവ്യേ ശ്രോതസുഖേ നൃണാം ദദർശ ഭാരതം സൈന്യം വിധാനം വിശ്വകർമ്മണഃ. ശ്രവണസുഖമുള്ളതും ദിവ്യവുമായ ആ ശബ്ദം നിലച്ച സമയത്ത് ഭരതൻ്റെ സൈന്യം വിശ്വകർമാവിൻ്റെ നിർമ്മാണകല നേരിൽ കണ്ടു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.